ഉയർപ്പ് ഏഴാം വ്യാഴം. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിഷ്യത്വത്തിന് വേണ്ട വില. ദൈവരാജ്യത്തിന് ഒരുക്കിയ ഒരു വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവർ ഓരോരോ ഒഴിവൊഴികൾ പറഞ്ഞ് നിരസിച്ചു. ഒരു ഉപമയുടെ അന്ത്യത്തിൽ യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥകൾ എന്തെന്ന് യേശു പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ പരിച്ഛേദാവിഷയം. സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സ്വജീവനെ തന്നെയും ഉപേക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ് രണ്ടാമത്തെ വ്യവസ്ഥ. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനായി തീരാൻ സാധിക്കുകയില്ല എന്നതാണ് മൂന്നാമത്തെ വ്യവസ്ഥ. ഇത് പാലിക്കുവാൻ എന്തുമാത്രം ബലം നമുക്കുണ്ട്? യേശുവിനെ ഏറ്റവും വലിയ സമ്പത്തായി സ്വീകരിക്കുവാൻ കഴിയണമെന്ന വലിയ വെല്ലുവിളിയാണിത്. ആരംഭശൂരത്വം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്നതല്ല ഈ ശിഷ്യത്വം. അവസാനം ഉപ്പിന്റെ ഉപമയോടെ ഈ പ്രബന്ധം അവസാനിക്കുന്നത്. വസ്തുക്കളെ കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും വളമാക്കാനുമൊക്കെയുള്ള ഉപ്പ് പോലെയാണ് ഈ ശിഷ്യർ. സ്വയം അലിഞ്ഞില്ലാതായിട്ടാണ് ഉപ്പ് ഈ ധർമ്മം നിറവേറ്റുന്നത്. ഇത്തരം ഗുണമില്ലാത്തവർ ഉറകെട്ടുപോയ ഉപ്പിന് തുല്യമാണത്രേ. ഇത്തരം വ്യക്തിത്വങ്ങളെ ഉറകെട്ടതിനാൽ പുറത്തെറിഞ്ഞു കളയുന്ന ഉപ്പ് പോലെ ആളുകൾ നിരസിക്കുന്നു. അവർ തങ്ങൾക്കും സമൂഹത്തിനും തലവേദനയും സൃഷ്ടിക്കുന്നു.